ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നതേ തൃശ്ശൂർ ജില്ലയിലെ ഒരു വ്യാപാര കേന്ദ്രമായ കുന്നംകുളം നഗരത്തിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് പകർത്തി തരാനാണ്. ഇതാണ് കുന്നംകുളം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കേട്ടോ. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ബസ് സ്റ്റാൻഡാണ്. കേരളത്തിൽ തന്നെ നമ്പർ 1 or 2 ഒക്കെയാണ് ഇതിൻ്റെ ഭംഗിയുടെ കാര്യത്തിലും സൗകര്യത്തിൻ്റെ കാര്യത്തിലും ഇതിൻ്റെ സ്ഥാനം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു എയർപോർട്ടിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മാതൃക അനുകരിച്ച് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. നല്ല വൃത്തിയിലും വെടിപ്പിലും നോക്കുന്ന സ്റ്റാഫുകളുണ്ട് കേട്ടോ. കുന്നംകുളത്തിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരുമ്പോഴേ ആദ്യം തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ എത്തിയത്. അതിവിശാലമായൊരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ അത്. തൃശ്ശൂർ, കോഴിക്കോട്, പട്ടാമ്പി വഴി പാലക്കാട്, തൃശ്ശൂർ വഴി പാലക്കാട്, ഗുരുവായൂർ, ചാവക്കാട്, പൊന്നാനി എന്നീ സ്ഥലങ്ങളിലേക്കെല്ലാം ഇവിടുന്ന് ബസ്സുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ നഗരം കൂടിയാണ് കുന്നംകുളം കേട്ടോ. ആദ്യകാലത്ത് കുന്നംകുളങ്ങര എന്നായിരുന്നു അത്രേ ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നീടാണ് അത് കുന്നംകുളം എന്നായി മാറിയത്. സംസാരിച്ചിങ്ങനെ ലോപിച്ചു വന്നതാണ്. കേരള സംസ്ഥാനത്തെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അച്ചടിക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന നോട്ട് പുസ്തകങ്ങളിൽ 90% നോട്ട് ബുക്കുകളും അടിച്ചിറക്കുന്നത് കുന്നംകുളം നഗരത്തിൽ നിന്നാണ്. ഈ നഗരത്തിലും ഇതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലുമായി ഒട്ടനവധി നോട്ട് പുസ്തക ഫാക്ടറികളുണ്ട്, അച്ചടി കേന്ദ്രങ്ങളുണ്ട്. സൗദി അറേബ്യ, മറ്റേ അറബി രാജ്യങ്ങളിൽ നിന്നും പേർഷ്യയിൽ നിന്നും മറ്റേ നമ്മുടെ പോർച്ചുഗീസ്, ഡച്ച് അവിടെ നിന്നുള്ള ആളുകളെല്ലാം വ്യാപാരത്തിനായിട്ട് വന്നുകൊണ്ടിരുന്നൊരു പുരാതനമായ പട്ടണം കൂടിയാണ് കുന്നംകുളം. അപ്പോൾ കുന്നംകുളം നഗരത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളെല്ലാവരും കാണുക, ആസ്വദിക്കുക. ഇതാണ് കുന്നംകുളം ഗുരുവായൂർ റോഡ് കേട്ടോ. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗുരുവായൂരാണ്. ആ കാറ് വരുന്ന ഭാഗമൊക്കെ ഗുരുവായൂർ റോഡാട്ടോ. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കയറി വന്നിരിക്കുന്നത്. ഇത് 1 വേ ആണ്. തൃശ്ശൂർ റോഡിൽ നിന്നുള്ള 1 വേ ഇവിടെ വന്നിട്ടാണ് തിരിഞ്ഞു പോകുന്നത്. ഗുരുവായൂർ റോഡിലേക്കുള്ള വണ്ടികളെല്ലാം ഇതുവഴി ഡൈവേർട്ട് ചെയ്ത് പോകണം. നേരെ ചെല്ലുന്നത് കുന്നംകുളം ജംഗ്ഷനിലേക്കാണ്. നമുക്കൊന്ന് നടന്നിട്ട് പോകാം. കേരളത്തിലെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ബാസ്ക്കറ്റ് ബോൾ ക്ലബ്ബുകളൊക്കെ രൂപം കൊണ്ടത് കുന്നംകുളത്താണെന്ന് പറയപ്പെടുന്നുണ്ട്. 1937 ആദ്യത്തെ ബാസ്ക്കറ്റ് ബോൾ ക്ലബ്ബ് കുന്നംകുളത്ത് രൂപീകൃതമായത് കേട്ടോ. ഇപ്പോഴും ഇവിടെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്. അത് ഇൻഡോർ സ്റ്റേഡിയം ആക്കിയിട്ട് നിലനിർത്തിയത് കൊണ്ട്, പുനർനിർമ്മിച്ചത് കൊണ്ട് നമുക്കതിന് അകത്തെ കാഴ്ചകൾ കാണാൻ നിർവാഹമില്ല. അവിടെ മാച്ചുള്ളപ്പോഴാണ് നമുക്ക് അകത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ നഗരം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് കുന്നംകുളം. ഒട്ടേറെ വ്യാപാരശാലകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലേ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് അടിച്ച് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുക, അഭിപ്രായം അറിയിക്കുക, താഴെ കമൻറ്റായി രേഖപ്പെടുത്തട്ടോ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. തൃശ്ശൂർ നഗരത്തിലേക്ക് ഇവിടെ നിന്ന് 23 കിലോമീറ്ററും ഡിസ്റ്റൻസ് ആണുള്ളത്. കുന്നംകുളം നഗരത്തിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഗുരുവായൂർക്ക് ഇവിടെ നിന്ന് 8 കിലോമീറ്റർ മാത്രമാണ് ദൂരം.